നമസ്കാരം. IPL-ന്റെ 17ാം സീസൺ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. കിരീടത്തിനായി പോരടിച്ച 10 ടീമുകളിൽ 6ഉം പുറത്തായി കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് വെറും 4 ടീമുകൾ മാത്രം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നീ ടീമുകളാണ് ഇനി കപ്പിനായി പിടിവലി നടത്തുക. ഈ സീസണിന് ശേഷം പുതിയ ലുക്കിലായിരിക്കും മുഴുവൻ ടീമുകളെയും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അടുത്ത സീസണ് മുൻപ് മെഗാ താരലേലം നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ടീമുകളും അഴിച്ചു പണിയുകയാണ്. പരമാവധി 5 കളിക്കാരെ മാത്രമാണ് ഓരോ ടീമിനും നിലനിർത്താൻ സാധിക്കുക എന്നതാണ് വിവരം. ഇത് 8 ഉയർത്തണമെന്ന് പല ടീമുകളും BCCIയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം വന്നിട്ടില്ല. പരമാവധി 5 പേരെ തന്നെ നിലനിർത്താനായിരിക്കും ടീമുകൾക്ക് അനുമതി ലഭിക്കുക. ആ പരമാവധി വിദേശ താരങ്ങൾ 2 പേർ മാത്രമാണ്. ഓരോ ഫ്രാഞ്ചൈസിയും അടുത്ത സീസണിലേക്ക് നിലനിർത്താൻ ഏറ്റവും അധികം സാധ്യതയുള്ള 5 കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒറ്റനോട്ടത്തിൽ. ഡൽഹി ക്യാപിറ്റൽസ് തന്നെ ആദ്യം നമുക്ക് പരിഗണിക്കാം. ഇത്തവണയും പ്ലേ ഓഫ് കാണാതെ പുറത്തായ ടീമുകളിലൊന്നായ ഡൽഹി ക്യാപിറ്റൽസ് ആദ്യം നിലനിർത്തുന്ന താരം നായകനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്തിനെ തന്നെയായിരിക്കും. ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്തുന്ന മറ്റു 2 ഇന്ത്യൻ താരങ്ങൾ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലും സ്പിന്നർ കുൽദീപ് യാദവുമായിരിക്കും. വിദേശ താരങ്ങളിൽ സൗത്ത് ആഫ്രിക്കയുടെ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആയിരിക്കും ടീമിൽ തുടരുന്ന ഒരാൾ. മറ്റൊരു താരം ഈ സീസണിലെ കണ്ടെത്തലായ ഓസ്ട്രേലിയൻ യുവതാരം കൂടിയായ ജേക്ക് ഫ്രേസർ മഗ്യൂർക്കുമായിരിക്കും. ഇനി ചെന്നൈ ടീമിനെ പരിശോധിക്കാം. ഈ സീസണിൽ ടീമിനെ നയിച്ച ഋതുരാജ് ഗെയ്ക്വാദിനെ ചെന്നൈ എന്തായാലും നിലനിർത്താൻ സാധ്യത ഉറപ്പാണ്. ടീമിനെ അടുത്ത തവണയും നയിക്കുന്നത് ഒരു പക്ഷേ ഗെയ്ക്വാദ് തന്നെയായിരിക്കും. സ്റ്റാർ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ വമ്പനടിക്കാരനായ ശിവം ദുബെ എന്നിവരെയും CSK കൈവിടില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. MS ധോണി വിരമിച്ചില്ലെങ്കിൽ മാത്രമേ ടീമിൽ തുടരുകയുള്ളൂ. വിദേശ താരങ്ങളിൽ മദീഷ പതിരാനയെ CSK കൈവിട്ടേക്കില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ധോണി വിരമിച്ചാൽ ഡെവൻ കോൺവേ ആകും നിലനിർത്തുന്ന 5ാമത്തെയാൾ. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിനെ നമുക്ക് പരിശോധിക്കാം. നായകൻ സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല. ഇംഗ്ലണ്ടിൻ്റെ വെടിക്കെട്ട് താരം കൂടിയായ ജോഷ് ബട്ട്ലറും റോയൽസ് ടീമിൽ തന്നെ കളിക്കാൻ സാധ്യതയുണ്ട്. ഈ സീസണിൽ മിന്നിച്ച റിയാൻ പരാഗ് ആയിരിക്കും റോയൽസ് നിലനിർത്തുന്ന 3ാമത്തെ താരം. യുസ്വേന്ദ്ര ചഹലിനെയും അവർ തങ്ങൾക്കൊപ്പം നിലനിർത്താൻ സാധ്യതയുണ്ട്. 5ാമത്തെയാൾ ഒരുപക്ഷെ യശസ്വി ജയ്സ്വാളോ ട്രെന്റ് ബോൾട്ടോ ആയിരിക്കും. എന്തായാലും ജയ്സ്വാളിനെ തന്നെ നിലനിർത്താനാണ് കൂടുതൽ സാധ്യതയെന്നും അറിയുന്നുണ്ട്. ഇനി പഞ്ചാബ് കിങ്സിൻ്റെ ടീമിനെ പരിശോധിക്കാം. പഞ്ചാബ് കിങ്സ് നിലനിർത്തുന്ന ഇന്ത്യൻ താരങ്ങൾ ജിതേഷ് ശർമ്മ, ശശാങ്ക് സിംഗ്, അശുതോഷ് ശർമ്മ, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും. ഇവരിൽ ശശാങ്കും അശുതോഷും ഇത്തവണ പഞ്ചാബിൻ്റെ കണ്ടെത്തലുകളാണ്. വിദേശ താരങ്ങളിൽ സാം കറനെ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇവർ നിലനിർത്താൻ ഇടയുള്ളൂ. ഇനി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യം നോക്കാം. ഗുജറാത്ത് ടൈറ്റൻസ് നിലനിർത്തുന്ന 5 താരങ്ങളിൽ തലപ്പത്തുള്ളത് നായകൻ ശുഭ്മാൻ ഗിൽ തന്നെയായിരിക്കും. സായ് സുദർശൻ, മുഹമ്മദ് ഷമി എന്നിവരും ടീമിൽ തുടർന്നേക്കും. വിദേശ താരങ്ങളിൽ റാഷിദ് ഖാൻ ടീമിൽ സീറ്റ് ഉറപ്പാണ്. 5ാമത്തെ താരമായ രാഹുൽ തവാട്ടിയ, ഡേവിഡ് മില്ലർ എന്നിവരിൽ ഒരാളായിരിക്കും എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കാര്യം നോക്കാം. നായകൻ KL രാഹുലിനെ ലക്നൗ സൂപ്പർ ജയൻസ് ഒഴിവാക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും അതിന് സാധ്യതകൾ കുറവാണ്. ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയാലും അദ്ദേഹം ടീമിൽ തന്നെ തുടർന്നേക്കും. നിക്കോളാസ് പുരൻ, അതുപോലെ തന്നെ മാർക്കസ് ടോയിനിസ് എന്നിവരെയും LSG ഒഴിവാക്കാൻ സാധ്യതയില്ല. മായങ്ക് യാദവ്, രവി ബിഷ്ണോയ് എന്നിവരും ടീമിൽ തുടർന്നേക്കും. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യം നോക്കാം. പാറ്റ് കമ്മിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനായി തുടരാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ. അഭിഷേക് ശർമ്മ, നിതീഷ് റെഡ്ഡി എന്നിവരും ഹൈദരാബാദിൽ തുടർന്നുണ്ടാകും. ഹെൻറിച്ച് ക്ലാർസൺ ആയിരിക്കും നിലനിർത്തുന്ന 2ാമത്തെ വിദേശ താരം. കൂടാതെ ഇന്ത്യൻ പേസർ കൂടിയായ ഭുവനേശ്വർ കുമാറിനെയും അവർ കൈവിടാൻ സാധ്യതയില്ല. 16 വർഷമായി കപ്പെന്ന സ്വപ്നത്തിലേക്ക് കടക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ കാര്യം നോക്കാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു തങ്ങളുടെ ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിയെ എന്തായാലും നിലനിർത്താൻ സാധ്യതയില്ല. പ്രായമാണ് ഇതിന് പ്രധാന കാരണം. വിരാട് കോഹ്ലി, രജത് പാട്ടിദാർ, മുഹമ്മദ് സിറാജ് എന്നിവരെല്ലാം തന്നെ RCBയിൽ ഒരുപക്ഷെ തുടർന്നേക്കും. നിലനിർത്തുന്ന 5ാമത്തെ താരം ഒരുപക്ഷെ കാമറൂൺ ഗ്രീൻ അല്ലെങ്കിൽ ഗ്ലെൻ മാക്സ്വെൽ എന്നിവരിൽ ഒരാളാകും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ടീം ഘടന എങ്ങനെയെന്ന് നോക്കാം. നായകൻ ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ് എന്നിവരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലനിർത്തുന്ന ഉറപ്പുള്ള കളിക്കാർ. വിദേശ താരങ്ങളിൽ ആൻഡ്രെ റസലും സുനിൽ നരയനും KKRൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 5ാമത്തെയാൾ ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി എന്നിവരിൽ ഒരാളായിരിക്കും. എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു ടീം മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. വലിയ അടിപിടിയൊക്കെ നടന്ന ടീമെന്ന് പറയപ്പെടുന്നെങ്കിലും എന്തായിരിക്കും അവർ അടുത്ത വർഷം ഒരുക്കുന്ന ടീം ഘടന എന്ന് നോക്കേണ്ടതുണ്ട്. മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുന്ന ഇന്ത്യൻ താരങ്ങൾ ഒരുപക്ഷെ ആദ്യ സ്ഥാനത്തുള്ളത് നായകൻ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരായിരിക്കും മറ്റു താരങ്ങൾ. വിദേശ താരങ്ങളിൽ ജെറാൾഡ് കോട്സിയെ അവർ കൈവിടാൻ സാധ്യതയില്ല. 5ാമത്തെ താരം മുൻ നായകൻ കൂടിയായ രോഹിത് ശർമ്മ അല്ലെങ്കിൽ തിലക് വർമ്മ അല്ലെങ്കിൽ ഈശാൻ കിഷൻ എന്നിവരിൽ ഒരാളാകാനാണ് സാധ്യത. എന്തായാലും
രോഹിത് ശർമ്മയ്ക്ക് സാധ്യതകൾ കുറവാണ്. വിരമിക്കലിൻ്റെ അടുത്ത് എത്തിയ രോഹിതിനെ ഇനിയും നിലനിർത്തണമോ എന്നൊരു ആശങ്ക മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തുണ്ട്. മാത്രമല്ല ഹർദിക് പാണ്ഡ്യ തുടരുകയാണെങ്കിൽ അവിടെ രോഹിത്തിനെ കൊണ്ടുവരുന്നത് മുംബൈയെ സംബന്ധിച്ച് ബാലിശമായ ഒരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ പരമാവധി ടീമിന് പുറത്താകാനായിരിക്കും സാധ്യത. എന്തായാലും കാത്തിരുന്ന് കാണാം ഐ പി എല്ലിൽ എന്തൊക്കെ വിസ്മയങ്ങൾ നടത്തും, വിസ്മയ പോരാട്ടം നടത്തുന്ന താരങ്ങൾ ആരൊക്കെയെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം.